യാത്രയുടെ രണ്ടാം നാൾ. ആകാംക്ഷ നിർഭരമായ മുഖവുമായി പ്രഭാതത്തെ വരവേൽക്കുമ്പോൾ, ഓരോ യാത്രയും പരസ്പരം വന്ദനമൂതുമ്പോൾ, തലേ ദിവസത്തെ മഴയെ മറന്ന് നേപ്പാളിൻ്റെ വഴികളിൽ വെയിൽ വീണു തുടങ്ങിയിരുന്നു. ഒത്തുചേർന്നുള്ള യാത്രയുടെ തുടക്കം പശുപതിനാഥിലേക്കായതുകൊണ്ട് ക്ഷേത്ര പ്രത്യേകതകൾ വിശദീകരിക്കുവാനുള്ളതായിരുന്നു പിന്നീടുള്ള ഒത്തുചേരൽ. ഈ വിശദീകരണങ്ങൾക്കൊടുവിൽ ഒത്തുചേർന്ന് കൂട്ടമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അതത് വാഹനങ്ങളിൽ പശുപതിനാഥ് ലക്ഷ്യം. ചരിത്ര ഐതിഹ്യങ്ങളിൽ ഒന്ന്, ഒരിക്കൽ മഹാദേവൻ വാഗ്മതിപ്പുഴയുടെ കിഴക്കൻ തീരങ്ങളിൽ ഒന്നിൽ കൃഷ്ണമൃഗത്തിൻ്റെ രൂപം കൈക്കൊണ്ട് പാർത്തിരുന്നു എന്നും മഹാദേവന്റെ അഭാവത്തിൽ ദേവലോകം ഭയചകിതരായപ്പോൾ അവർ ദേവനെ അന്വേഷിച്ച് ഈ പ്രദേശത്തേക്ക് എത്തി എന്നുമാണ്. വാഗ്മതിപ്പുഴയുടെ തീരത്തെ ആ വനപ്രദേശം അന്നും ഇന്നും മൃഗസ്ഥലി എന്നറിയപ്പെടുന്നു. പശുപതിനാഥ് ദർശനം പൂർത്തിയാക്കി പുറത്തേക്ക് വരുമ്പോൾ പശുപതിനാഥ ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളിലും തിരക്ക് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. യഥാർത്ഥ രുദ്രാക്ഷം ലഭിക്കുന്ന തിരുപ്പതി എന്ന കടയ്ക്ക് മുൻപിലാണ് ഞങ്ങൾ ആദ്യം എത്തിയത്. അവിടെ നിന്ന് ചിലർ രുദ്രാക്ഷം വാങ്ങി. എന്നാൽ ഈ വഴിത്താരയിൽ കണ്ട സന്യാസിമാർ നാഗസന്യാസ ഭാവങ്ങളുമൊക്കെയാണ് ഞങ്ങളുടെ യാത്രയ്ക്ക് കൂടുതൽ ഉണർവേകിയത്. ദിവ്യമായ ശിവലിംഗങ്ങൾ, പശുപതിനാഥത്തിന്റെ 4 മുഖങ്ങളുള്ള ശിവലിംഗങ്ങളുമൊക്കെ കാണുവാൻ എല്ലാവരും തയ്യാറായിരുന്നു. പശുപതിനാഥിൽ നിന്ന് പിന്നീടുള്ള യാത്ര ബുധാ നീലകണ്ഠത്തിലേക്കായിരുന്നു. ബുധാ നീലകണ്ഠ ക്ഷേത്രം. യാത്ര പുറപ്പെടുന്നതിന് മുൻപ് എല്ലാവരും പരസ്പരം ചോദിച്ചു, ഇത് ബുദ്ധക്ഷേത്രമോ ഹൈന്ദവ ക്ഷേത്രമോ? ഹൈന്ദവ ക്ഷേത്രത്തിൽ തന്നെ വിഷ്ണു ക്ഷേത്രമോ മഹേശ്വര ക്ഷേത്രമോ? സംശയം ബാക്കിയുണ്ടായിരുന്നു. സംശയങ്ങളെ ദൂരീകരിച്ചുകൊണ്ടുള്ള ഒരു സംഭാഷണത്തിനൊപ്പം അറിവിനൊപ്പമാണ് ബുധാ നീലകണ്ഠേശ്വരത്തേക്ക് എത്തുന്നത്. മോക്ഷയുടെ സാരഥികൾ മുൻപ് കൈലാസയാത്ര നടത്തി പരിചയമുള്ളവരായതുകൊണ്ട് തന്നെ വ്യക്തമായ നിർദ്ദേശങ്ങൾ എല്ലാ യാത്രികർക്കും നൽകുവാനായി. അതുകൊണ്ട് ബുധാ നീലകണ്ഠത്തിന്റെ കാഴ്ചയും സവിശേഷതയാർന്നതായിരുന്നു. ബുധാ നീലകണ്ഠ എന്ന സങ്കല്പത്തെ അടുത്തറിയുവാൻ വേണ്ടിയുള്ള യാത്രയാണ്. ഈ ഒരു വിഗ്രഹം ചിത്രീകരിക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി ചോദിച്ചപ്പോൾ കേരളത്തിൽ നിന്നാണ് നാം വന്നതെന്ന് അറിഞ്ഞ ഉടനെ തന്നെ അനുമതി ലഭിക്കുകയായിരുന്നു. കാരണം നാം വന്നത് അനന്തപത്മനാഭൻ്റെ നാട്ടിൽ നിന്നാണല്ലോ. യാത്രകൾ കഴിഞ്ഞ് മടങ്ങി മുറികളിലേക്ക് എത്തുമ്പോൾ പലരും വിശ്രമിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അതിലേറെ പേർ നേപ്പാളിൻ്റെ വഴികളിലൂടെ കാഠ്മണ്ഡുവിൻ്റെ വഴികളിലൂടെ ഒന്ന് സഞ്ചരിക്കുവാനാണ് ആഗ്രഹിച്ചത്. ആ സഞ്ചാരത്തിന് പലതരം ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. കൈലാസയാത്രയുടെ പരിക്രമയുടെ സമയത്ത് സഹായിയാകുവാൻ പോകുന്ന വാക്കിംഗ് സ്റ്റിക്കുകൾ വാങ്ങിക്കാനും, പിന്നെ മഞ്ഞിനെ ചെറുത്ത് നിൽക്കുവാൻ കയ്യിലുള്ളത് മതിയാകുമോ എന്ന സംശയത്തോടു കൂടി വീണ്ടും പലതും വാങ്ങുവാനുമായി പുറത്തേക്ക് പോയവർ. അവർ നേപ്പാൾ നഗരത്തിൻ്റെ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് നടന്നു.
വൈകുന്നേരവും ഒത്തുചേർന്നുള്ള പ്രാർത്ഥനകളോടുകൂടി പിന്നെ ഒന്നിച്ചുള്ള ഒരു അത്താഴത്തോടു കൂടി ആ ദിവസം പൂർണ്ണമായി. അടുത്ത ദിവസം വരാനിരിക്കുന്നത് പ്രധാനപ്പെട്ട ഏറ്റവും ദിവ്യമായ ഒരു യാത്രയുടെ തുടക്കമാണ് എന്നതിൻ്റെ ആകാംക്ഷ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിലുമേറെ ഭക്തിയുടെ ഭാവങ്ങൾ നൽകിയ ആത്മധൈര്യമായിരുന്നു ഓരോ മുഖങ്ങളിലും സ്ഫുരിച്ചത്.